എന്തായി പോയ കാര്യം? മാജിക് ഒക്കെ വിടറ. പിന്നെ നീ എന്തുണ്ടാക്കാനാ അമ്മമാരെ കൊണ്ട് പോയി? എന്താണ് ശരിക്കും സംഭവിച്ചത്? അമ്മാരോട് സാറേ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നണം. ഒന്ന് മഞ്ഞ് മുട്ടണം മയിലേ. ഫ്രാൻസേ, റോഷ അവനിരിക്കാൻ ഒരു കസേര കൊടുക്കടാ. ക്ലന്നെ ഒന്നുമില്ലടാ, ചെറിയൊരു പ്രിക്കോഷൻ. നീ വലിയ മജീഷ്യനൊക്കെ അല്ലേ? അല്ല, മാസ്റ്ററോട് ഇത്രക്കൊക്കെ ചെയ്തിട്ടും നിനക്ക് എങ്ങനെയാടാ ഈ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ തോന്നിയ? ഞാൻ എന്താ ചെയ്തത്? എനിക്ക് ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാൻ സമയമെന്നുള്ളപ്പോൾ ഞാൻ മാറി, അത്രയല്ലേ ഉള്ളൂ. അയാളുടെ കൂടെ നടന്നു, അയാളുടെ ട്രിക്കും പഠിച്ച് അപ്പം അയാൾക്കിട്ട് തന്നെ. അസറ, നിനക്ക് ഇപ്പോഴും അയാളെ മനസ്സിലായിട്ടില്ല. തനിക്ക് മുകളിൽ ഒരാളെ വളർത്താൻ അയാളെ സമ്മതിച്ചിട്ടുമില്ല. പിന്നെ നിന്നെ കൂടെ കൊണ്ട് കിടക്കുന്നതേ നിനക്ക് അതിനുള്ള ബുദ്ധി ഇല്ലാന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലടാ അവൻ പേടിക്കുന്നു. അസറ, ഞാൻ പ്രശ്നത്തിനൊന്നും വന്നതല്ല. ഞങ്ങളും പ്രശ്നത്തിനൊന്നും ഒന്നുമില്ലടാ. മാസ്റ്റർ പണ്ടേ എന്നോടുള്ള ദേഷ്യമൊക്കെ വിട്ട്. നീ ഇത്ര നാളെവിടെ ആയിരുന്നു? നീ ഞങ്ങളെ വിട്ട് പോയാലും എന്നെക്കുറിച്ച് ഞങ്ങളെല്ലാം അറിയുന്നുണ്ട്. മാസ്റ്ററിൻ്റെ പണ്ടത്തെ ഒരു ഫ്രണ്ട് നോർത്തിലുണ്ട്. അവിടെ വെച്ച് നീ നടത്തിയ മാജിക് ഷോ പുള്ളി കണ്ടിട്ടുണ്ടാടാ പറഞ്ഞേ? The greatest magic trick he has ever seen. The greatest magic trick he has ever seen. ഞങ്ങൾ എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ, അസറേ, നീ പറഞ്ഞു വരുന്നത് എന്തോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ മാസ്റ്ററിനോട് ഞാൻ പണ്ടേ പറഞ്ഞ ഇതും ചോദിച്ചാൽ എൻ്റെ അടുത്ത് വരരുതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അയാളെ ഇട്ടിട്ട് പോയത്. നീ ചോദിക്കുന്ന പൈസ ഉള്ളി വരുവാടാ. എടാ, ഞാൻ ഈ ട്രിക്ക് എൻ്റെ ചെറുപ്പം മുതൽ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഇത് ഒരുത്തിന് വേണ്ടിയും ഒരു പൈസയ്ക്കും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പുള്ളിയോട് നീ ഇത്രക്കൊക്കെ ചെയ്തിട്ടും
മാസ്റ്റർ ഈ ഒറ്റ ട്രിക്ക് മാത്രമല്ല ചോദിക്കണേ. അസറ നീ പെട്ടി കണ്ടോ? ഇതിനകത്ത് നിറയെ ഈ ട്രിക്കിൻ്റെ നോട്ട്സാണ്. ഞാൻ ഇനി ഇതിൻ്റെ കീവേഡ് നിനക്കൊക്കെ തന്നാലും നിനക്ക് നിന്റെ മാസ്റ്ററിന് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അണ്ട് ചെരുക്കുറ്റൊക്കെ 2 പൊട്ടിച്ച ഏത് ട്രിക്കും പുറത്ത് വരും. പിന്നെ 3 വട്ടം ചോദിക്കുന്നതാണ് സുന്നത്ത്. മൈരെ മര്യാദയ്ക്ക് പറഞ്ഞ നീ ചോദിക്കുന്ന പൈസ തരും, ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. ഒറ്റ പൈസ കിട്ടില്ല. ഈ മൈരോടൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യം. അതൊക്കെ കാശ് വാങ്ങി ട്രിക്ക് വരുന്നതിന് വരും. ഇതിപ്പോ ഫ്രീ ആയിട്ട് തരണ്ടില്ലേ? അസറേ ഞാൻ ഡീലിന് റെഡിയാണ്. ആഹാ, എത്രയാവേണ്ടത് നിനക്ക്? 1 കോടി. 1 കോടിയാ? 1 കോടി അവൻ ചോദിച്ചേ? എന്നിട്ട് നീ സമ്മതിച്ച? അസറ നീയല്ലേ പറഞ്ഞത് ചോദിക്കുന്ന റേറ്റ് തരാന്ന്? ഒറ്റ ട്രിക്കല്ലടാ. അത് ഗ്രേറ്റസ്റ്റ് മാജിക് ട്രിക്കാണെന്ന് നീയല്ലേ പറഞ്ഞത്? നീ ഞാൻ ഏറ്റവും റേറ്റ് പറ. 80 ലക്ഷം. 80? അസറ ഒരു 8 താ, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. അതൊന്നും പറ്റില്ല. എന്നാ പിന്നെ നീ റേറ്റ് പറ. 50 ആണെങ്കിൽ ഓക്കെ. 50? അസറേ 50 നല്ല റേറ്റാണ്. ആലോചിക്കും. ഡൺ. ജോണേ വണ്ടിയിൽ നിന്ന് ആ ബാഗ് എടുത്തോണ്ടോടാ. അസറ അവനോട് ട്രിക്കെങ്കിലും ചെയ്ത് കാണിക്കാൻ പറയും. എന്നാലും ഇത്ര പൈസ മേടിക്കുന്നതല്ലേ, ഞാൻ ട്രിക്ക് കാണിച്ചിട്ട് പോയാൽ മതി. ട്രിക്ക് ഞാൻ കാണിക്കാം, പക്ഷെ അത് പകുതിക്ക് വെച്ച് നിർത്താൻ ആരും പറയരുത്. ഓ അപ്പം അങ്ങനായ എന്നാ ട്രിക്ക് കണ്ടിട്ടേ പോകുന്നുള്ളൂ. നീ കാണിക്കടാ. ഇതാ ആ ഡോർ ലോക്ക്. ഇടയ്ക്ക് ചുരത്തിന് ഇറങ്ങി ഓടാൻ തോന്നരുത്. നമ്മുടെ ഇടയിൽ വന്ന് വിട്ടിട്ട് അവൻ്റെ ഡയലോഗ് കേട്ടോ. ലോക്കേടാ ലോക്കേടാ. റെഡിയല്ലേ? അവസാനമായിട്ട് ഒന്നുകൂടെ പറയുക, ഇടയ്ക്ക് വെച്ച് നിർത്താൻ ആരും ആവശ്യപ്പെടരുത്. നീ കാണിക്കടാ, നീ കാണിക്കടാ മയിരെ. എന്താണ് അവിടെ സംഭവിച്ചത്? ചവണ നോക്കടാ. അസറ അനക്കല്ലോ. ഇതെന്താണ് ബോധം കൊടുന്ന് മേടിക്കാം? ഫ്രാൻസേ, ഫ്രാൻസേ
നിക്കടാ. എണീറ്റ്. പക്ഷെ അവിടെയല്ല, ഇവിടെ. റോഷ റോഷനൊക്കെ പോയി. ഫ്രാൻസിസ്, റോഷ കളിക്കില്ലേ? ഇതാണ് നിങ്ങൾ വാങ്ങാൻ വന്ന മാജിക് ട്രിക്ക്. നിങ്ങളുടെ മാസ്റ്ററിന്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ, ദ ഗ്രേറ്റസ്റ്റ് മാജിക് ഹി ഹാസ് എവർ സീൻ. പറഞ്ഞുറപ്പിച്ചാണ്. എനിക്ക് എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ അടുത്തൊന്ന് പെട്ടെന്നാ. ഫ്രാൻസിസേ, ഇതാണ് നിന്റെ ട്രിക്ക് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ പറയൂടാ. നീയായിട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഡാ, അവനെ നോക്കണ്ട, അവൻ എണീക്കില്ല. ഞാനെല്ലാം ദൈവത്തെ കയറിയ എനിക്ക് വേണമെങ്കിൽ അവന് ബോധം തിരിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ നീക്കനെ മാജിക് വിലക്ക് പഠിക്കാൻ വന്നല്ല. എടാ, ഞങ്ങക്ക് നിന്റെ മാജിക്കും വേണ്ട, ഒരു ട്രിക്കും വേണ്ട. സാറേ പറയടോ. ഞങ്ങൾ മര്യാദയ്ക്ക് വന്നേലടാ. എടാ, അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കടാ. കുറെ നേരം ഈ സാധനം നീയല്ലടാ അവന് കൊടുത്തിട്ട് പോയാ. സാറേ എന്തെങ്കിലും ചെയ്യടാ. ഫ്രാൻസിസ്, എടാ സാറേ, അവനെന്തെങ്കിലും മാജിക്കാണ്. തുണിയെടുത്തവന്റെ കണ്ണു കൊത്ര. അവന്റെ ഒരു മാജിക്കും മയിരും കഴിഞ്ഞടാ എന്റെ കൂടുവിട്ട് കൂടുമാറ്റമൊക്കെ. നീക്ക് എന്താടാ വിചാരിച്ചേക്കുന്നത്? ഞാൻ ഒരാളെ കൺട്രോൾ ചെയ്യുന്നത് ഐ കോണ്ടാക്ട് വഴിയാണ്. അറ്റൻഷൻ. ഞാൻ പറയുന്നത് ഒരുത്ത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ എനിക്കൊരു കാര്യം അറിയാം, നീയൊക്കെ രണ്ടുപേരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ക്ലെന്നെയും പിടിച്ച് ഗ്ലെന്നിന്റെ ദേഹത്ത് കയറി. ഇനി അടുത്തത് നിന്റെ ദേഹത്ത് കയറാൻ നോക്കൂലേ? നോക്കും. ഞാനിത് ഇത്ര നേരം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കിയായിരുന്നു. ഇത്രയും നാളിന് ശേഷം നിന്നെ ഇങ്ങനെ കാണേണ്ടി വന്നത് അന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്കും ഇങ്ങനെ കാണുന്ന ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചേല്. പക്ഷെ മാസ്റ്ററോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ട്രിക്ക് ചോദിച്ചു വരരുതെന്ന്. എന്റെ ശിഷ്യന്മാരെ കൊന്നു, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നതാ.